അസ്വസ്ഥത കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് തുടങ്ങുമ്പോഴേക്കും ഇമ്മാതിരി അംഗം വെട്ടാ കാണുന്നത്. തുപ്പി നശിപ്പിച്ചു, അവൻ തുപ്പി നശിപ്പിച്ചു എന്ന് പറയാ. കുപ്പിയല്ല, തുപ്പി. ഇങ്ങനെ ഒരാൾ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊണയടിച്ചാൽ നൈസായിരിക്കും, കാരണം നാച്ചുറലായിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. അതിന് മര്യാദയ്ക്ക് ഓടിക്കുന്ന ആളെ ഞാനെന്തിനാ കൊണയടിക്കണ്? അതിൻ്റെ ഇടയ്ക്ക് അങ്ങേരുടെ കോട്ട എത്തി തോന്നുന്നു, കിരീട കൂലി വെച്ച്. നേരെ നോക്കി വണ്ടി ഓടിക്കുന്നതിന് പകരം എല്ലാം ചെയ്യുന്നുണ്ട്. സൈഡിലേക്ക് കടകളിൽ എന്തൊക്കെയോ നോക്കുന്നു. ഫോൺ ഇപ്പോൾ പോക്കറ്റിൽ വെച്ചോളൂ, വീണ്ടും പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് എന്തോ നോക്കുന്നു. ഈ നീല ഇൻഡിക്കേറ്റർ മിന്നിക്കൊണ്ടിരിക്കുന്നത് അതെന്തോ സംഭവം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പാവം, എനിക്ക് ഇങ്ങനെയൊക്കെ അസ്വസ്ഥത കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു. എനിക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് നോക്കി ഞാൻ ചെയ്തു കൊടുത്തിട്ട് പോവായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സെയിം മോഡൽ ഹെൽമെറ്റ് വെച്ച് വേറൊരാളെ കാണുന്നത്. നീ എവിടെ വന്ന മരഭൂതമേ? என் வழி தனி வழி சீண்டாது. റോഡിന്റെ നടു കൂടെ ഇങ്ങനെയൊക്കെ എന്താ ഇപ്പൊ പറയുക ഞാൻ? എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ എന്തിനാണ് ഇത്ര ഹൈ ബീമൊക്കെ അടിച്ച് പോകുന്നത്? ഹൈവേ ഒന്നും അല്ലല്ലോ, അത് വഴി കാണാത്ത അവസ്ഥ, അങ്ങനെയൊന്നും അല്ലല്ലോ ഓടിക്കുന്നത്. പിന്നെ എന്തിനാ അവിടെ നിന്ന് ഹൈ ബീം അടിച്ച് കണ്ണിലടിച്ച് കയറണ്? കണ്ടോ ആ ഓട്ടോക്കാരനൊക്കെ കണ്ടോ, എത്ര മാന്യമായി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വരുന്നത്. ആർക്കും പ്രശ്നമില്ല, വെളിച്ചേ വേണ്ട. ഈ റോങ് സൈഡ് കയറുന്ന ആൾക്കാരുടെ ആ ഒരു കോൺഫിഡൻസ് കണ്ടോ, വേറെ ലെവലിൽ കോൺഫിഡൻസ് ആണ്. ഞാനൊക്കെ മറ്റേ ഇൻ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കണം, സ്റ്റേജിൽ സംസാരിക്കണം, അല്ലെങ്കിൽ സ്റ്റേജിൽ വല്ല പരിപാടി ഉണ്ടോ, പാട്ട് പാടാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മുട്ടുവേറെയാണ്. ധൈര്യമില്ല, കോൺഫിഡൻസ് ഇല്ല. ഇവരുടെയൊക്കെ ഒരു പാതി കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു ലൈഫ്. ഇത് വരുന്നത് കണ്ടതെന്ന് എന്താ, അവർ വരുന്നതാണ് ശരി, നമ്മളാണ് തെറ്റുകാരി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ധൈര്യമൊക്കെയാണ് അവർക്ക്. വലിയ വലിയ എക്സ്പ്രസ് വേകളിൽ പോലും ഇല്ലാത്ത അത്ര വലുപ്പം തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ റോഡുകൾക്ക്. കാരണം കുറച്ച് നേരം മുമ്പ് അങ്ങോട്ടേക്ക് പോകുന്ന സൈഡിൽ മാത്രമായിട്ട് 5 വരിക്കായിരുന്നു വണ്ടികൾ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ 10 വരിയായില്ലേ. മര്യാദയ്ക്ക് 3 വരിയായിട്ട് വണ്ടികൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എല്ലാവർക്കും പോകായിരുന്നു. ലെഫ്റ്റ് എടുക്കേണ്ടവർക്ക് ലെഫ്റ്റും, നേരെ പോകേണ്ടവർക്ക് നേരെയും എല്ലാം കറക്റ്റ് അതതുപടി പാലിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പോവാം. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയാണേന്ന് ഹസാഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മിന്നിച്ചുകൊണ്ട് പോകുന്നത്? എന്നാൽ ഇവിടുത്തെ പോലീസുകാർ നല്ല രീതിയിൽ ചെക്കിങ് നടത്തുന്ന ഒരു സ്ഥലമാണിത്. അതായത് NOC ഇല്ലാത്തതിനും പൊല്യൂഷൻ ഇല്ലാത്തതിനൊക്കെ നല്ല രീതിയിൽ ഫൈൻ അടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ധൈര്യം. ഇപ്പൊ തന്നെ തട്ടി വീഴ്ത്തിയിട്ടേനെ. റോഡിൽ നിൽക്കുമ്പോൾ വണ്ടികളെ മാത്രമല്ല പേടിക്കേണ്ടത്, നടന്നു പോകുന്ന ആൾക്കാരും പേടിക്കണം തോന്നുന്നു. എന്ത് വരവാ വരുന്നത് രാവിലെ തന്നെ, എന്തിനായി അംഗം വെട്ട് കാണിച്ചു കൊടുക്കുന്നു? പതുക്കെ പോയപ്പോൾ ഒരു തിരക്കൊന്നും ഇല്ലല്ലോ. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് തുടങ്ങുമ്പോഴേക്കും ഇമ്മാതിരി അംഗം വെട്ടാ കാണുന്നത്.
ഫുട്പാത്തിന് പ്രൊമോഷൻ കിട്ടി. വരുന്നത് ഫുട്പാത്ത് കൂടെ ഒക്കെ ചാടിച്ചും പറത്തിട്ടൊക്കെ. എന്നാ ഒന്ന് ഡിമ്മടിച്ചിട്ടെങ്കിലും വരും, ഒരു മര്യാദ കാണിക്കുക. ഓ ഫുട്പാത്തിന് അവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും പ്രൊമോഷൻ കിട്ടി. ഇനി ഫുട്പാത്തില്ല, ടയർ പാത്ത് മാത്രമേ ഉള്ളൂ. അതിൽ ബാക്കിലൊരുത്തൻ സുഖമായിട്ടിരുന്ന് കാഴ്ച കണ്ടു വരുന്നേണ്ട. നീ എന്തിനാ പാവം അവരെ